മക്കളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ള ഒരു കൊറോളറി പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എക്സ് ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 0 എന്ന പോയിൻറ്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. 2x ഇൻറ്റു സൈൻ 1/x മൈനസ് കോസ് 1/x ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എക്സ് ഈക്വൽ ടു 0. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഫസ്റ്റ് ഡെറിവേറ്റീവിന് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന പോയിൻറ്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0. 2x സൈൻ 1/x മൈനസ് കോസ് 1/x എന്ന് പറയുന്നതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം സൈൻ 1/xന് ലിമിറ്റ് കിട്ടില്ല, കോസ് 1/xനും കിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ടേം 2x ഇൻറ്റു സൈൻ 1/x ആയതുകൊണ്ട് ലിമിറ്റ് അവിടെ വരും. കാരണം സൈൻ 1/x എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ എക്സ് ഇൻറ്റു സൈൻ 1/xന് 0 ലിമിറ്റ് കിട്ടും. പക്ഷേ കോസ് 1/xന് ലിമിറ്റ് കിട്ടില്ല. അതായത് കോസ് 1/xൻ്റെ എക്സ് ഈക്വൽ ടു 0 ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ എഫ് ഡാഷിന് എക്സ് ഈക്വൽ ടു 0 ലിമിറ്റ് ഇല്ല. അപ്പോൾ ലിമിറ്റ് ഇല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ റൈറ്റ് ലിമിറ്റും ഇല്ല, ലെഫ്റ്റ് ലിമിറ്റും ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിന് സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഫസ്റ്റ് കൈൻഡ് ഉണ്ടാവില്ല, സെക്കൻഡ് കൈൻഡ് വേണമെങ്കിൽ ഉണ്ടാവുന്ന കേസാണ് ഈ എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്ത് വളരെ പ്രസിദ്ധമായ റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എൽകോപ്പിത്തൽ റൂൾ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, ഒരു കോഷ്യൻ ഫോമിലുള്ളതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ 0/0 ഫോമോ 0/∞ ഫോം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോമുകൾ വരുമ്പോൾ നമ്മളതിനെ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് വിളിക്കും. അത്തരം ഫോമുകൾ വരുമ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാമെന്നാണ് എൽകോപ്പിത്തൽ റൂൾ പറയുന്നത്. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു ഗിവൺ ടു ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി വിത്ത് ഡിനോമിനേറ്ററിൽ വരുന്ന ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻറ്റർവൽ എ ബി. ഹിയർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സാണ്. എ ലെസ് ദാൻ ബി, അത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ ആവാം. ആൻഡ് സപ്പോസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സിസ്റ്റ്. അതായത് സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എ എന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എ ആയിരിക്കും. എപ്പോഴും ഒരു കണ്ടീഷനുണ്ട്, ഇഫ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 വരിക, അതായത് 0/0 ഫോം വരികയോ അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയോ ചെയ്യുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻറ്റർവൽ എ ബി ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് സപ്പോസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സിസ്റ്റ്. അതായത് സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എ കിട്ടി. ഇനി നമുക്ക് 0/0 ഫോമാണോ അല്ലെങ്കിൽ താഴെ ഇൻഫിനിറ്റി വരുന്ന ഒരു കേസ്, രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഈ എ എന്ന ലിമിറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ രണ്ട് ചാൻസ് ഉണ്ട്, -∞ ഫൈനൈറ്റ് ആണെങ്കിൽ എന്തായാലും അതിനേക്കാൾ വലിയൊരു റിയൽ നമ്പർ ഉണ്ടാവും. പുട്ട് ഇറ്റ് ആസ് ക്യൂ എന്ന് കൊടുത്തു. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ക്യൂ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ക്യൂ എന്ന് കിട്ടും. അതായത് -∞ ലെസ് ആർ ഈക്വൽ ടു എ ലെസ് ദാൻ ക്യൂ. പക്ഷേ എയും ക്യൂവും രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ആർ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ആർ ലെസ് ദാൻ ക്യൂ. ഇനി നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ എന്താ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ? ഫോർ എവരി എപ്സിലോൺ ഗ്രെറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രെറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ. അത് ജസ്റ്റ് മോഡുലസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടുന്നു. വെനെവർ എക്സ് എലമെൻറ്റ് ഓഫ് എൻ ഡെൽറ്റ ഓഫ് എ. എൻ ഡെൽറ്റ ഓഫ് എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ എന്നുള്ള ഓപ്പൺ ഇൻ്റർവലാണ്. അതാണ് അടുത്ത എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ റൈറ്റ് കേസ് മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എ പ്ലസ് എപ്സിലോൺ വെനെവർ എക്സ് എലമെൻറ്റ് ഓഫ് എ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ഓപ്പൺ ഇൻ്റർവൽ. ഓക്കെ, ഇനി ഇത് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആയതുകൊണ്ട് എ മൈനസ് ഡെൽറ്റ എന്നുള്ള ലെഫ്റ്റ് സൈഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റൈറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. അതായത് വെനെവർ എക്സ് എലമെൻറ്റ് ഓഫ് എ ടു എ പ്ലസ് ഡെൽറ്റ മാത്രം ആവശ്യമുള്ളൂ. ഓക്കെ, പുട്ട് ആർ ഈക്വൽ ടു എ പ്ലസ് എപ്സിലോൺ എന്ന് കൊടുത്തു. അപ്പോൾ ആ ആർ എന്ന നമ്പർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ നോക്കിയത്. ആൻഡ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ആർ വെനെവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി.
അപ്പോൾ ഈ എക്സിനേക്കാൾ വലിയ സിയേക്കാൾ ചെറിയൊരു നമ്പർ വൈ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ സി. ഇവിടെ എഫും ജിയും രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. സ്വാഭാവികമായിട്ട് ക്ലോസ് ഇൻ്റർവൽ എക്സ് വൈയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവൽ എക്സ് വൈയിൽ ഡിഫറൻഷ്യബിലിറ്റിയും ഉള്ളതുകൊണ്ട് മീൻ വാല്യൂ തിയറം, ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറം നമുക്ക് എഫും ജിയും കൂടി അപ്ലൈ ചെയ്യാം. അതായത് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് വൈ മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി. അത് മീൻ വാല്യൂ തിയറം ഓൺ ക്ലോസ് ഇൻ്റർവൽ എക്സ് വൈ ആണ്. അതിന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് വൈ മൈനസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും. പക്ഷേ ആ വാല്യൂ ലെസ് ദാൻ ആറാണ്. വെനെവർ ടി എലമെൻറ്റ് ഓഫ് എ ടു സി ആണ്. ഇവിടെ എ ടു സി എന്ന് പറഞ്ഞാലും അത് എ മുതൽ സി വരെയുള്ള കേസിൽ പറയുന്നതും എക്സ് മുതൽ വൈ വരെ കേസ് കൂടി അതിൻ്റെ പർട്ടിക്കുലർ കേസായിട്ട് വരുന്നു. അപ്പോൾ ടി എലമെൻറ്റ് ഓഫ് എക്സ് വൈ വർക്ക് ചെയ്യും. ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ 6 എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആൻഡ് ജി ഓഫ് എക്സ് ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ അത് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് ജി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് നമുക്ക് കിട്ടും. ആർ ഈസ് ലെസ് ദാൻ ക്യൂ ആണെന്നുണ്ട്. ഓക്കെ, മൈനസും മൈനസും കട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ ജി ഓഫ് വൈ ലെസ് ആർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ക്യൂ വെനെവർ എ ലെസ് ദാൻ വൈ ലെസ് ദാൻ സി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതേ കാര്യം നമുക്ക് ജി ഓഫ് എക്സ് ടെൻസ് ടു ഇപ്പോൾ 7 എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. ഇനി ഇതേ കാര്യം നമ്മൾ ജി ഓഫ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു എ കൂടി നമുക്ക് എടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഈ ഇക്വേഷനിൽ വൈ, അതായത് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്ത് കിട്ടിയ ഇക്വേഷനിൽ വൈ ഫിക്സ് ചെയ്യുകയും ജി ഓഫ് എക്സ് വൈ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ജി ഓഫ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ, ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ എന്തായാലും എവിടേക്ക് ടെൻഡ് ചെയ്യും? പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. ഇവിടെ ജി ഓഫ് വൈ ഫിക്സഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഒരു ലാർജ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ജി ഓഫ് വൈ ഫിക്സഡ് ആയതുകൊണ്ട് അത് ജി ഓഫ് അവിടെ ഒരു ചെറിയ എറർ ഉണ്ട്. ദെൻ ദർ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എ സാറ്റിസ്ഫൈസ് ജി ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ജി ഓഫ് എക്സ് എന്നല്ല വേണ്ടത്, ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് വൈ ആൻഡ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എൻ ഡെൽറ്റ ഓഫ് എ. ഇപ്പോൾ എയുടെ ഒരു റൈറ്റ് നെയ്ബർഹുഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് വൈ ആൻഡ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എ ടു എ പ്ലസ് ഡെൽറ്റ 1. അപ്പോൾ എ പ്ലസ് ഡെൽറ്റ 1 എടുക്കുമ്പോൾ എയുടെ തൊട്ടടുത്ത്, അപ്പോൾ വൈയേക്കാൾ ബാക്കിലേക്ക് ചൂസ് ചെയ്തു. അപ്പോൾ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ, രണ്ടും റിട്ടേൺ 0 ആയതുകൊണ്ട് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് റിട്ടേൺ 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ടു C1, ഒരു C1 ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ 1 നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഈ കിട്ടിയ വാല്യൂ മീൻ വാല്യൂ തിയറത്തിൽ കിട്ടിയതിൽ രണ്ട് സൈഡിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ജി ഓഫ് വൈ മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ ജി ഡാഷ് ഓഫ് ടി ലെസ് ദാൻ ആർ ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ മൈനസ്, കാരണം ആർ ഇൻറ്റു ജി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആകുമ്പോൾ 1 ആയിരിക്കുക. അപ്പോൾ ആർ ഇൻറ്റു 1 പറഞ്ഞാൽ 6 എന്നാവും. ആർ മൈനസ് ആർ ഇൻറ്റു ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് വെനെവർ എക്സ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C1 എന്ന് കിട്ടുന്നു. ഓക്കെ, അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ മൈനസ് ആർ ഇൻറ്റു ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് ഫോർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C1. റൈറ്റിലേക്ക് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ആർ മൈനസ് ആർ ഇൻറ്റു ജി ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ബൈ ജി ഓഫ് എക്സ് ഫോർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ x1 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 8. ഇതിൽ എക്സ് ടെൻസ് ടു എ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജി ഓഫ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണെന്നറിയാം. അപ്പോൾ രണ്ട് ടേമുകൾ ലെസ് ദാനിന് ശേഷം വരുന്ന സെക്കൻഡ് ടേമും തേർഡ് ടേമും 0 ആയി പോകും. പിന്നെ ആർ മാത്രമാണ് നമുക്കുണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറാണ് കിട്ടും. അതായത് ആർ ലെസ് ദാൻ ഓൾറെഡി ക്യൂ ആണ്. അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ വെനെവർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ C2 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ 7 ആൻഡ് 9 വി ഗെറ്റ്, ഇപ്പോൾ 9 എന്ന ഇക്വേഷന് കൊടുത്തു. 9 ആൻഡ് വി ഗെറ്റ് ഫോർ എനി ക്യൂ, ഏത് ക്യൂ, അതായത് എയേക്കാൾ വലിയ ഏതൊരു ക്യൂ എടുത്തു കഴിഞ്ഞാലും ദർ എക്സിസ്റ്റ് C2 എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ലെസ് ദാൻ ക്യൂ. എയേക്കാൾ വലിയ ഏത് നമ്പർ എടുത്താലും അത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിനേക്കാൾ വലുതായിരിക്കും ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എ ഓപ്പൺ ഇൻ്റർവൽ എ C2. അതിനർത്ഥം ഈ ക്യൂ അപ്രോച്ച് ചെയ്ത് അവസാനം എയിലേക്കാണ് വരിക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എ ആയിരിക്കും. അതായത് എയുടെ ജസ്റ്റ് റൈറ്റിൽ വരുന്ന കേസിനേക്കാൾ എപ്പോഴും ബാക്കിലേക്ക് ആകുമ്പോൾ ഈ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് മാക്സിമം ബാക്കിലേക്ക് പോയി അവസാനം എവിടെ എത്തിച്ചേരും? എയിൽ എത്തിച്ചേരും വെനെവർ എക്സ്റ്റെൻസ് ടു എ. ഓക്കെ, അപ്പോൾ ഈ C1 നിന്ന് C2ലേക്ക് ബാക്കിലേക്ക് എയിലേക്കാണ് വരുന്നത്. അപ്പോൾ എക്സ് ടെൻസ് ടു എ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ടെൻസ് ടു എ എന്ന് കിട്ടുന്നു. ഇതേ കാര്യം നമുക്ക് എയുടെ വാല്യൂ റൈറ്റിലേക്ക് പോകുന്ന കേസിലും വർക്ക് ചെയ്യാൻ പറ്റും. അതായത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എ ലെസ് ദാൻ ക്യൂ എന്ന് എടുക്കുമ്പോൾ ഒരു റിയൽ നമ്പർ പിയുടെ ബാക്കിൽ വരും.
എയുടെ ബാക്കിൽ വരും. അത് ഉപയോഗിച്ചിട്ട് തൊട്ട് മുകളിലെ റിസൾട്ട് ഇതേപോലെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു റിസൾട്ടാണ് എൽക്കോപിത്തർ റൂള്. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് എൽക്കോപിത്തർ റൂളായിരിക്കും പലപ്പോഴും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും പഠിച്ചു വയ്ക്കുക. തിയറത്തിൻ്റെ പ്രൂഫ് കുറച്ച് ടഫാണ്, പക്ഷേ ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവുന്നതായിരിക്കും.